NDA, അതിനുശേഷം BDJS മത്സരിക്കട്ടെ എന്ന് പറയുന്നു. BDJS സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം മോഹൻ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഞാൻ കേരള കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയുമാകുന്നു, BJPയും ആകുന്നു. നമുക്ക് ആ സ്ഥാനാർത്ഥിക്കൊപ്പം ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക് മലയമ്മ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നിടുവേൻ എന്ന മട്ടിലായിരുന്നു പ്രചാരണം. നേതാക്കളുടെയൊക്കെ ഒരു ബാഹുല്യമൊക്കെ അവിടെ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 വാഗ്ദാനങ്ങൾ ജയിച്ചാൽ തരും എന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. റോഡ് ഷോയിലേക്ക് എത്തുമ്പോൾ എന്താണ് കാഴ്ച? എത്രത്തോളം ആവേശമുണ്ട്? മറ്റ് 2 മുന്നണികൾക്കൊപ്പം അതേ രീതിയിൽ കട്ടയ്ക്ക് പിടിക്കുകയാണോ? റോഡ് ഷോ രാവിലെ 11 മണിക്ക് തുടങ്ങിയപ്പോൾ നിലമ്പൂർ നഗരത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് NDA ആണ്. NDA ഇവിടേക്ക് എത്തി പ്രചാരണം അതിന്റെ കൊട്ടിക്കലാശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ആവേശം വിതർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ ഇതിനോടകം സജ്ജീകരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ആവേശത്തിലാണ്. എവിടെ നിന്നാണ് തുടങ്ങിയത് ഈ റോഡ് ഷോ? ദീപക്, എവിടെ നിന്നാണ് തുടങ്ങിയത്? കാരണം അവസാനിക്കുന്ന സ്ഥലമാണല്ലോ നിലമ്പൂർ. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്രചാരണത്തിന് ഒരു തണുപ്പൻ മട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം അങ്ങനെയല്ല. കാര്യങ്ങൾ മുനമ്പം സമരസമിതിയുടെ പ്രതിനിധികളെയും കാസാംഗങ്ങളെയും ഒക്കെ അവിടെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എല്ലാവരും തുടങ്ങിയതുപോലെ ഇന്ന് രാവിലെ വഴിക്കടവിൽ നിന്ന് തന്നെയാണ് NDAയുടെ ഈ ഒരു റോഡ് ഷോ ആരംഭിച്ചത്. ആദ്യം എടക്കര, പിന്നീട് ചുങ്കത്തറ കടന്നാണ് ഇപ്പോൾ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആശുപത്രി ജംഗ്ഷൻ എന്ന് പറയുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ആ ഭാഗത്താണ് നിലവിൽ NDA ക്യാമ്പ് പൂർണ്ണമായും നൃത്തം ചവിട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ആദ്യം തന്നെ വഴിക്കടവിൽ നിന്ന് ഇന്നത്തെ റോഡ് ഷോ ആരംഭിച്ചത് LDF ആണ്. LDF നിലമ്പൂർ നഗരത്തിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. തൊട്ടു പിന്നാലെ BJP NDA ക്യാമ്പ്. ആ NDA ക്യാമ്പ് നിലവിൽ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ നമുക്ക് ആ വൈബ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്തായാലും മറ്റ് 2 മുന്നണികളും നേരത്തെ പ്രചാരണം തുടങ്ങിയാലും മാഡം NDA ആണ് വൈബാക്കിയിരിക്കുന്നത്. വൈബ് എത്ര വോട്ടാകുമെന്ന് തിരിച്ചു ചോദിക്കരുത്. പാട്ടിന്റെ ബഹളത്തിനനുസരിച്ചാണ് വോട്ട് പാട്ട് കേട്ട് വന്ന് വോട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ പാട്ടും ആട്ടവും ഒക്കെ അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അത് മോഹൻ ജോർജിന് എത്ര വോട്ടാകും എന്നുള്ളത് നമുക്ക് 23-നെ അറിയാൻ കഴിയുകയുള്ളൂ.